പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് ഇതാ കർത്താവ് നമ്മളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്നൊരു അനുഭവത്തോടെ, ഒരു കുടുംബത്തിൻ്റെ അനുഭവത്തോടെ അവരുടെ ഒരു കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത ഒരു വലിയ അത്ഭുത ഇടപെടലിനെ കുറിച്ച് കേട്ടുകൊണ്ട് ഇന്ന് കുട്ടികൾക്കും കൂടെ ഹൃദ്യമായൊരു അനുഭവമാണ്. അത് കേട്ടുകൊണ്ട് നമുക്കിന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് രേഷ്മ. ഞങ്ങൾ പുതുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു ആണ്. പക്ഷേ ഞാൻ പഠിക്കുന്നതൊക്കെ കോൺവെൻറ്റ് സ്കൂളിലായ കാരണം എനിക്ക് ഈശോനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഹോളി സ്പിരിറ്റ് ഈവനിങ് മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് ഈവനിങ് മുടങ്ങാതെ കാണുന്ന കുടുംബമാണിത്. ഇതെന്റെ മോനാണ്. ഇനി 3ലേക്കായി. ഇവന് കാന്ന് പറയാൻ കിട്ടില്ല. മോനെന്താ പ്രശ്നം? കാന്ന് പറയാൻ പറ്റില്ല. കാ എന്ന അക്ഷരം പറയാൻ കിട്ടുന്നില്ല. കാക്കേനെ ചാച്ച, കോഴീനെ ചോഴി, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേ. അപ്പൊ എല്ലാവരും കളിയാക്കി തുടങ്ങി. പിന്നെ അപ്പോൾ കാക്കയെന്ന് വിളിക്കണമെങ്കിൽ ചാ ചാന്ന് പറയും, കാക്കാന്ന് കിട്ടില്ല. അങ്ങനെ 96ാമത്തെ എപ്പിസോഡ് ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ 100ാമത്തെ എപ്പിസോഡ് ആവാറായി. അപ്പോൾ നിങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കും, നല്ല വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ മോനോട് പറഞ്ഞു, അതായത് അഭിഷേകാഗ്നി ഹോളി സ്പിരിറ്റ് ഈവനിങ് നടക്കുന്ന സമയത്ത് അപ്പം തന്നെ കർത്താവ് പറഞ്ഞു, ഇപ്പം നിങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മോനോട് പറഞ്ഞു, ആദ്യമോനെ വട്ടായിലച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു അത്ഭുതം നടക്കുന്നതെന്ന്. അപ്പൊ തന്നെ അവൻ കാന്നു പറഞ്ഞു. അപ്പൊ തന്നെ, അതായത് ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു, ഇതേ നിങ്ങളിപ്പോൾ ഒരു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നതായിട്ട് ഒരു ചെറിയ മെസ്സേജ് വന്നായിരുന്നു. ഞാനത് പറഞ്ഞു. ഉടനെ തന്നെ ഈ കുട്ടി പറഞ്ഞു, അവൻ്റെ പേരിന് ആദി അല്ലേ, ആദി നീ ഇപ്പൊ കാന്ന് പറ, ദൈവം ഇപ്പൊ അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞു. ഉടനെ അവൻ കാന്ന് വിളിച്ചു പറഞ്ഞു, കാക്കാന്ന് പറഞ്ഞു. പറഞ്ഞോ? ദൈവമേ. ഇപ്പൊ വരുമ്പോ പറയാം, ദൈവമേ വട്ടായിലച്ചന്റെ ശബ്ദം കേൾക്കാണ്ട്. ശരിക്കും ഇവര് തൃശ്ശൂർ ജില്ലയിലെ അത്താണിക്കടുത്തുള്ള പുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് വരുന്നത്. ഹിന്ദു കുടുംബമാണ്. വർഷങ്ങളായി ഈശോയുടെ സ്നേഹമുണ്ട്. ഹോളി സ്പിരിറ്റ് ഈവനിങ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. 96ാമത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അച്ഛൻ, വട്ടേലച്ഛൻ ഒരു മെസ്സേജ് പറഞ്ഞു, ഇപ്പം പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് മകൻ കാക്കാന്ന് വിളിക്കില്ല, ചാച്ചാ ചാച്ചാ ചാച്ചാന്ന്, കായ്ക്ക് പറയും, ചാന്നാ പറയുള്ളൂ. ആ സമയത്ത് അമ്മ മോനെ വിളിച്ചു, മോനെ ദേ അച്ഛൻ പറഞ്ഞിരിക്കുന്നു, വട്ടായച്ചൻ പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ ഒരു അത്ഭുതം പ്രവർത്തിക്കും, നീ കാക്ക എന്ന് വിളിക്കുകയെന്ന് പറയല്ല. മോൻ അപ്പ തന്നെ വിളിക്കുകയാണ്, കാക്കാ കാക്കാ. അവനൊരു മൈക്ക് കൊടുത്ത് അവനെ സംസാരിക്കുന്നു. മോനെ നീ പറഞ്ഞു കാന്ന് പറ, കാക്കാന്ന് പറ, കറുപ്പ് കറുപ്പെന്ന് പറ, കറുപ്പ് കറുപ്പ്. കാ എന്നുള്ള സ്ഫുടമായിട്ട് പറയാൻ തുടങ്ങി. അതിനു മുമ്പ് കാന്ന് പറയില്ലായിരുന്നു അല്ലേ? അതിനു മുമ്പ് എങ്ങനെ പറഞ്ഞത്? 8 വയസ്സായി അവന്. ഇതുവരെ അവൻ കാന്ന് പറയില്ല, എല്ലാതും ചാന്നാണ് പറയാ. കായ്ക്ക് പകരം ചാന്ന പറയുള്ളൂ. നീ കാക്കയെന്ന് ഒന്നും കൂടെ പറഞ്ഞേ. അവന് മൈക്ക് കൊടുക്കുക. നീ കാക്കാന്ന് ഒന്നും കൂടെ പറഞ്ഞേ. കാക്ക.
കർത്താവ് ഈ കുടുംബത്തോടെ എത്ര വലിയ സ്നേഹം അല്ലേ. മതി അന്ന് പറയാതിരിക്കുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നില്ലേ? ഇന്ന് ടീച്ചർ പറഞ്ഞു സ്പീച്ച് തെറാപ്പി ചെയ്യണം. എന്താ വെച്ചാൽ ഇവരിപ്പം പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. ആ ഒരു അക്ഷരം ഇല്ലെങ്കിൽ പല സ്ഥലത്തും വരുമ്പോൾ ചാന്നാവും കായ്ക്ക് പകരെ. അല്ല എന്തൊരു ബുദ്ധിമുട്ടാന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരക്ഷരം പോയാൽ മതി, പോയില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ ആ സമയത്ത് ഈശോ സ്ഫുടമായിട്ട് സംസാരിക്കാൻ, നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ അനുഗ്രഹം കൊടുത്തു. എന്റെ ഹസ്ബൻഡിന് ഒരു അത്ഭുതമായി. ചേട്ടൻ എന്നെ കണ്ണു നിറഞ്ഞു പോയി പെട്ടെന്ന് അവൻ കാണു പറഞ്ഞപ്പോ. ഇവന് സന്തോഷമായി അല്ലേ? നിനക്ക് സന്തോഷമല്ലേ? നിന്റെ പേര് പറ. ആദി. ഓക്കെ. എല്ലാം നല്ല സ്ഫുടമായിട്ട് ക്ലിയർ ആയിട്ട് പറയും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറുപ്പംപടി എന്നൊന്ന് പറഞ്ഞു. കുറുപ്പംപടി. കുറുപ്പംപടി. കുറുമ്പൻ. കുറുമ്പൻ. ഇതാ കാ കു എന്നും പറയും. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും വേഗം എഴുന്നേറ്റ് വന്നേ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 77:14 എപ്പോഴും കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന വചനമാണ്. കർത്താവേ, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ഹല്ലേലൂയ. 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 കർത്താവേ, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജെറമിയ 17:14 കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ ദൈവമായ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഈ സമൂഹങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. മനസ്സടഞ്ഞിരിക്കുന്നവര്, മനസ്സന്ധകാരത്തിൽപ്പെട്ട് കിടക്കുന്നവര്, ജീവിത അന്ധകാരത്തിൽ ആണ്ടുപോയിരിക്കുന്ന അവസ്ഥയുള്ളവര്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, വിശ്വസിക്കാൻ പ്രയാസമുള്ളവര്, പാപാന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവര്, പാപത്തിന് ചങ്ങലകളാൽ സാത്താൻ പൂട്ടിയിട്ടിരിക്കുന്നവര്, ചങ്ങലക്കെട്ടുകൾ ബന്ധിക്കപ്പെട്ട ആത്മാക്കൾ ഇപ്പോൾ കർത്താവിന്റെ അത്ഭുത ശക്തി വെളിപ്പെട്ട് വിടുതൽ പ്രാപിക്കട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. വിടുതലിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തുക. ഉച്ചത്തിൽ സ്തുതിക്കുക. കുട്ടികൾ സ്തുതിക്കുക. എല്ലാവരും സ്തുതിക്കുക. യുവാക്കന്മാർ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. രോഗികൾ കൈകൾ ഉയർത്തുക. ഇപ്പോൾ രോഗങ്ങൾ മാറുന്ന അത്ഭുതങ്ങൾ, ഇപ്പോൾ കർത്താവിന്റെ ശക്തി, ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഈ സമൂഹത്തിൽ വെളിപ്പെടട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങളടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം കൈ ഉയർത്തി കൈയടിച്ച് വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ദാസന്മാരുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ ശക്തമായി ആവസിക്കണമേ. ഹല്ലേലൂയ. 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 ശിവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന,
യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, ഈ ഒരു മണിക്കൂറിൽ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യം ഉണ്ടാകാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നിയുടെ ഈ ഒരു ശുശ്രൂഷയിൽ വീണ്ടും നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യാൻ കർത്താവിൻ്റെ വലിയൊരു കൃപയാൽ ഇന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനകൾക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അനേകം ആളുകൾ ശനിയാഴ്ച തോറും ഉപവസിച്ച് അഭിഷേകാഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പുതിയതായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച തൊട്ട് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കൂടുന്ന കുടുംബങ്ങളിൽ ഇതുപോലുള്ള വലിയ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, അഭിഷേകാഗ്നി കൂടുന്ന സമയത്ത് തന്നെ 10,000 കുടുംബങ്ങളിൽ തൽക്ഷണ സൗഖ്യങ്ങൾ, തൽക്ഷണ ഡെലിവറൻസ്, തൽക്ഷണ വിടുതൽ കർത്താവിന് നൽകാൻ പറ്റും. അതിനുവേണ്ടി അനേക 10,000 പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ ശനിയാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കേണ്ടത്. ശനിയാഴ്ച ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഷാലോം ചാനലിലുള്ള ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്കും ഷാലോം ചാനലിന് വേണ്ടിയും അതുപോലെ ടീമങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അച്ഛൻ റൂഹാമോണ്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ന് അഭിസംബോധന ചെയ്യാൻ കർത്താവ് നൽകുന്ന ഒരു വിഷയം ലിസ്ത്രായിൽ നിന്ന് ഒരു പാഠം. ലിസ്ത്രായിൽ നിന്ന് ഒരു പാഠം. ഇപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ ലിസ്ത്ര, എന്താണ് ലിസ്ത്ര എന്ന് ഒരു ചിന്തയുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 14-ാം അധ്യായത്തിലെ 8-9 വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ വേല ചെയ്ത് അനേക രാജ്യങ്ങളിലും നാടുകളിലും ദേശാന്തരങ്ങളിലും സുവിശേഷ വേല ചെയ്ത് ലിസ്ത്രയിലെത്തിയപ്പോൾ ഇതാ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രയിൽ ഉണ്ടായിരുന്നു. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രയിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരിക്കലും എന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. ഒരിക്കലും. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ മുൻപിൽ ഒരിക്കലും നടക്കില്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കാൻ പാടില്ലാത്ത ഇനി എന്തെങ്കിലും സംസാരിക്കുമോ, ഒരിക്കലും സംസാരിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. കടബാധ്യത ഇതെന്ന് മാറും, ഇനി ഒരിക്കലും ഇത് മാറില്ലായിരിക്കും. കല്യാണം ഇനി ഒരിക്കലും നടക്കില്ലായിരിക്കും. ഈ ഒരു കടം അല്ലെങ്കിൽ ഈ ഒരു കീറാമുട്ടി പ്രശ്നം, ഈ ഭർത്താവിൻ്റെ സ്വഭാവം, ഈ ഭാര്യയുടെ സ്വഭാവം ഇനി ഒരിക്കലും മാറില്ലായിരിക്കും. ഈ ഒരു നമ്മുടെ തന്നെ വ്യക്തിപരമായ സ്വഭാവം, ഈ ഒരു നശിച്ച സ്വഭാവം ഇനി ഒരിക്കലും മാറില്ല. ഈ കള്ളുകൂടി ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ലായിരിക്കും ചിന്തിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരിക്കലും എന്ന വാക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒന്ന് പതിപ്പിച്ചു വെക്കണം. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ, ആ വചനഭാഗം വായിച്ചു നോക്കിയേ. ജന്മന മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവനും ചിന്തിക്കുന്നില്ല, അവൻ്റെ ബന്ധുക്കളും ചിന്തിക്കുന്നില്ല, അവനെ കാണുന്നവരും ചിന്തിക്കുന്നില്ല, നാട്ടുകാരും ചിന്തിക്കുന്നില്ല, ആരും അവനെക്കുറിച്ച് ഇനി അവന് നടക്കാൻ പറ്റുമെന്ന് അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താ? ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്ത ഒരാൾ എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും
സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണത്. സംഭവിക്കാൻ വേണ്ടി എത്ര സമയം വേണ്ടി വന്നു? 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ പറഞ്ഞോ? ഇല്ല. 48 മണിക്കൂറിനുള്ളിൽ രണ്ടിലൊന്നും അറിയാൻ പറ്റും അങ്ങനെയാണോ? അല്ല. ക്ഷണനേരം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ക്ഷണനേരം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ നടക്കും. ദൈവത്തിന് ഒരൊറ്റ മിനിറ്റ് മതി. ദൈവത്തിന് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഇതെല്ലാം കീഴ്മേൽ മറിക്കാൻ പറ്റും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇനി ഇത് എന്ന് നേരെയാവും, ഇത് എങ്ങനെ ശരിയാവും, ഇത് എന്നെങ്കിലും നേരെയാവുമോ, ഇത് എന്നെങ്കിലും നടക്കുമോ, ഇനി ഒരിക്കലും നടക്കില്ലായിരിക്കും, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ കണ്ണുനീരും, എല്ലാ സങ്കടങ്ങളും ദൈവത്തിന് ഒറ്റ മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും. ദൈവത്തിന് ഒരു നിയമവും തടസ്സമല്ല, അത് മനസ്സിലാക്കണം. സങ്കീർത്തന പുസ്തകം 77:14 എപ്പോഴും ഞാൻ പറയും, അത് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിന് ഏതൊരു കാര്യവും ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറയാണ്, വിശുദ്ധ ഫൗസ്റ്റീന പല കാര്യങ്ങളും ചിന്തിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈശോ പറയാണ്, ഒരു നിയമവും എനിക്ക് തടസ്സമല്ല. 1153 പാരഗ്രാഫ് 1153. ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ശാരീരികമായ സഹനം പെട്ടെന്ന് അവസാനിച്ചു. എൻ്റെ ആത്മാവിൽ ഞാൻ ഈ സ്വരം കേട്ടു, ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് എല്ലാം തരാൻ എനിക്ക് സാധ്യമാകുമെന്ന് മനസ്സിലാക്കുക. ഒരു നിയമവും എന്നെ തടസ്സപ്പെടുത്തുന്നില്ല. ഒരു നിയമവും എന്നെ തടസ്സപ്പെടുത്തും. നമ്മൾ മാനുഷികമായ പല നിയമങ്ങളുടെ കീഴിലാണ്. പല തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. കർത്താവ് പറയാണ്, എനിക്ക് ഒരു നിയമവും ഇല്ല, എനിക്കൊന്നും തടസ്സമല്ല. എനിക്ക് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഇന്ന് എന്നോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞെങ്ങനെയാണ്, ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ആ ചെറുപ്പക്കാരന് വളരെ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് ഒരിക്കലും ദൈവാനുഭവം കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം താല്പര്യമില്ല ധ്യാനത്തിനൊന്നും കൂടാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ വേഗം അട്ടപ്പാടിക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം തന്നെ നേരിട്ട് അനുഭവം എന്ന് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ പേര് ഷിജോ, വടക്കാഞ്ചേരിയുടെ കയ്യിൽ നിന്ന് വരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ പള്ളിയിൽ പോകാനോ കുമ്പസാരിക്കാനോ ഒന്നും അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ചെറുപ്പം തൊട്ടേ ആത്മീയ കാര്യങ്ങളിൽ ഒന്നുമില്ലാത്തൊരു ഒരു ആത്മാവിൻ്റെ സ്ഥിതിയാണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ മുഖേന സെയ്യോനിലേക്ക് ഒരു സീറ്റ് ഉണ്ട് ചേട്ടാ, ഒന്ന് വരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞാൻ അവൻ്റെ പകരം കയറി വന്നാണ്. ഇവിടെ വന്ന് ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും ഈശോനെ അറിയാനും പറ്റി. അതിന് ശേഷം പല ദിവസവും പള്ളിയിൽ പോകുന്നു. പിന്നെ അതിനുശേഷം ഈശോയോട് നല്ല സ്നേഹമായി പള്ളി പോകാനൊക്കെ തുടങ്ങി. എല്ലാ ദിവസവും മുടങ്ങാണ്ട് പോകും, എല്ലാ ദിവസവും. ശരിക്ക് പള്ളിയിൽ പോയാലും പിന്നെ കൂടെ അങ്ങനെ പോകും. വീട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് അങ്ങനെ നടക്കലാണെന്ന് പണി. അങ്ങനെ ഈ വടക്കാഞ്ചേരിയിൽ നിന്ന് ബസ് പോരുന്ന സമയത്ത് ഇവൻ്റെ കൂട്ടുകാരനായിരുന്നു ശരിക്കും പേര് കൊടുത്തിരുന്നത്. അവന് പോകാൻ പറ്റാതെ വന്നപ്പോൾ അവൻ അവനോട് പറഞ്ഞു, നീ തള്ളിക്കുത്തി ഇവനെ കയറ്റിയിരുത്തിയതാണ്, നീ അട്ടപ്പാടി പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുർബാനയ്ക്ക് ഇതിനൊന്നും കാണാത്ത ആളാണ്, എന്തിനാണ് ഞങ്ങൾ പോണേ? പക്ഷേ ഇവിടെ വന്ന് കടന്നിരുന്ന നേരം മുതൽ കണ്ണീര് തുടങ്ങി. അപ്പം മുതൽ കണ്ണീര് തുടങ്ങിയെന്ന് പറഞ്ഞു. നീ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ 5 ദിവസം ധ്യാനത്തിനാണോ ഒരു ദിവസം ധ്യാനത്തിന്? ഈ ആദ്യ വെള്ളിക്കാണ് വന്നത്. 2017 ഡിസംബർ 1. ഡിസംബറിലെ ആദ്യ വെള്ളിക്ക് വന്നു.
ഡിസംബറിൽ ആദ്യ വെള്ളിക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരൻ ബുക്ക് ചെയ്തെങ്കിൽ അദ്ദേഹം പറ്റില്ല, ഇവനെ നിർബന്ധിച്ച് അതിനുള്ളിൽ കയറ്റിയ വിട്ടു. എന്ത് ചെയ്തു? അവൻ ഇവിടെ വന്നിട്ട് ഇവൻ ഇങ്ങോട്ട് എന്നിട്ട് കയറിയപ്പോൾ എന്താണ്ടായത്? കയറിയപ്പോൾ മൂലയൊക്കെ അറിയാൻ തുടങ്ങി ഞാൻ. ഇതിനുള്ളിൽ കയറിയപ്പം തൊട്ട് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. എന്താണെന്നറിയാൻ പോലെ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. അതോടുകൂടെ ഒരു പുതിയ സൃഷ്ടിയായി മാറി അല്ലേ? പിന്നെ ഈശോയോട് ഭയങ്കര സ്നേഹം. പിന്നെ കുമ്പസാരിക്കാൻ തുടങ്ങി അല്ലേ? അതെ. പിന്നെ ഇടവകയിൽ പോകാൻ തുടങ്ങി, കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ കുർബാനയ്ക്കൊക്കെ പോകുന്നില്ലേ? എല്ലാ ദിവസവും പോകാറുണ്ട്. എല്ലാ ദിവസവും, ഞായറാഴ്ചകളിലല്ല, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. മാത്രമല്ല ഈ കണ്ട ഈ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഈ ജനങ്ങളുടെ മുമ്പിൽ അത് എളിമയോടെ ഏറ്റു പറയുകയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു ആത്മാവായിരുന്നു, എന്നാൽ എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ച് എനിക്ക് ദൈവം വിശ്വാസം തന്ന്. ചെറുപ്പം തൊട്ട് എത്ര വർഷം എപ്പോൾ വയസ്സെത്രയായി? എനിക്ക് 35 വയസ്സ്. 35 വയസ്സായി. വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ വിവാഹ സാക്ഷ്യം കൂടി പറയാനാണ് ഞാനിവിടെ വന്നത്. അത് 35 വയസ്സായി. അപ്പോൾ ഈ ചെറുപ്പം തൊട്ട് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കണ തൊട്ട് അന്ന് മൂലം പള്ളി പോകാൻ താല്പര്യം ഉണ്ടാവാറില്ല. ചെറുപ്പം തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊരു ബോധ്യമില്ല, താല്പര്യമില്ല, അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ജീവിത പങ്കാളികളെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് ശരി. കല്യാണം നടക്കാനായിട്ട് വളരെ തടസ്സമായിരുന്നു. അത് പറ. വിവാഹം നടക്കാൻ ഭയങ്കര തടസ്സമായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മ ഇവിടെ വന്ന് 5 ദിവസം ധ്യാനം കൂടി. അപ്പോൾ ബ്രദർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ വിവാഹം നടക്കും, സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും വന്ന് ഈ മോന് വേണ്ടി താമസിച്ചുള്ള ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. അപ്പം ആ മകന് വേണ്ടി പകരക്കാരനായ ഒരു അപ്പനും അമ്മയും വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചപ്പോൾ കൗൺസിലിംഗ് നടത്തിയ ബ്രദർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ വിവാഹത്തിൻ്റെ തടസ്സം മാറി നടക്കുന്നതാണ് കർത്താവ് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. 5 മാസം കഴിഞ്ഞപ്പോൾ വിവാഹം നടന്നു. 5 മാസം കഴിഞ്ഞപ്പോൾ വിവാഹം നടന്നു. ഇതാ ജീവിത പങ്കാളിയായിട്ട് ഒരുമിച്ച് വന്ന് കർത്താവിനെ വാഴ്ത്തപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സഹോദരൻ്റെ കാര്യം ഓർത്ത് നോക്കിയേ. 35 വർഷം അദ്ദേഹത്തിൻ്റെ പേരൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിയാവുന്നവർ, അദ്ദേഹത്തിൻ്റെ അധ്യാപകർ, ഗുരുഭൂതർ, വൈദികർ എത്ര പേര് ഉപദേശിച്ചു, എത്ര പേര് പരിശ്രമിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഒന്നും തോന്നുന്നില്ല. കാര്യങ്ങൾ നടക്കുന്നില്ല, തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവമില്ല, ഒന്നുമില്ല. പക്ഷേ ഇദ്ദേഹം വചനഹോളിലേക്ക് കയറി ഒരൊറ്റ കുറച്ച് നേരം കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അദ്ദേഹം അങ്ങോട്ട് കരയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശക്തി വലയം ചെയ്തു, ദൈവത്തിൻ്റെ ആത്മാവ് വലയം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹൃദയം മാറി ഒരു പുതിയ ഹൃദയമായി, ഒരു പുതിയ മനുഷ്യൻ. സ്നേഹിക്കാൻ കഴിവുള്ള, പ്രാർത്ഥിക്കാൻ കഴിവുള്ള, വിശ്വസിക്കാൻ കഴിവുള്ള, കുർബാന അർപ്പിക്കാൻ കഴിവുള്ള, പള്ളിയിൽ പോകാൻ താല്പര്യമുള്ള, കുടുംബജീവിതത്തിനോട് സ്നേഹമുള്ള, വിവാഹത്തിനോട് നല്ല ഒരു ഹൃദയം, ഒരു പുതിയ ഹൃദയത്തോടൊരു മനുഷ്യൻ അവിടുന്ന് വന്നു കയറി. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ബോധപൂർവം ഒരു വ്യക്തി പാപത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയിരിക്കുന്ന തകർന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കർത്താവിന് അത്ഭുതകരമായി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. 2 Chronicles chapter 33 verses 1 to 7. മനാസെ അത് ഇസ്രായേലിൽ വലിയൊരു രാജാവാണ്. 12-ാം വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു, അക്ഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു, ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജെറൂസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏതാലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന തന്നെ. സ്വന്തം പുത്രന്മാരെ അവൻ ബലഹീനം താഴ്വരെ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെ ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിന് മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവൻ അവിടുത്തെ പ്രകോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ഇപ്രകാരം അരുളി ചെയ്തത്: ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ
ജീവിതത്തിൽ അങ്ങോളം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ എന്തെല്ലാം ദൈവഭക്തി ചെയ്തു. എസക്കിയ എത്രമാത്രം ദൈവഭക്തി ജീവിച്ചോ അത്രയോ അങ്ങേയറ്റത്തേക്ക് പോയി. ദൈവഭക്തി ഇല്ലാത്ത ദൈവനിന്ദയുടെ ജീവിതം, നന്ദികേടിൻ്റെ ജീവിതം, വൃത്തികേടിൻ്റെ ജീവിതം, ആഭാസ ജീവിതം, ആർഭാട ജീവിതം ഇതെല്ലാം തകിടം മറിച്ച് അവൻ ദൈവം എന്തെല്ലാം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മുഴുവനും ആവേശത്തോടെ ചെയ്ത് അവൻ മാക്സിമം പാപത്തിൽ മുഴുകി ജീവിച്ചു. ദൈവീ സമയത്തെല്ലാം അവനോട് സംസാരിച്ചു. അതാണ് 9-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂദായെയും ജെറുസലേം നിവാസികളെയും മനാസെ പ്രേരിപ്പിച്ചു. അവൻ ചെയ്തതെന്ന് മാത്രമല്ല, അവൻ മറ്റ് ജനങ്ങളെയും ഇങ്ങനെ ചെയ്യിപ്പിച്ചു. അങ്ങനെ അവൻ പാപത്തിൽ മുഴുകി ജനത്തെയും പാപത്തിലേക്ക് വലിച്ചിഴച്ചു. അപ്പോൾ 10-11 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 10-11 തിരുലിഖിതങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷെ അവർ വകവച്ചില്ല. അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനാസെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ അവനോട് ദൈവം നേരിട്ട് ഒരുപാട് 35 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടം, ഒരു നിശ്ചിത കാലഘട്ടം മുഴുവനും സംസാരിച്ചുകൊണ്ടിരുന്നു, മകനെ എന്ന് വിളിച്ചിട്ട്. പക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവൻ അവസാനം ശത്രുക്കളുടെ കരങ്ങളിൽ നിബന്ധിച്ചു. അങ്ങനെ ശത്രു രാജാവ്, അസീറിയ രാജാവ് അവനെ കൊളുത്തിട്ട് കെട്ടി വലിച്ച് ഓട്ടുചങ്ങലകൾ ബന്ധിച്ച് അവനെ പാതാളക്കിണറ്റിൽ വലിയൊരു തടവറയിൽ കൊണ്ട് പൂട്ടിയിട്ടു. ഇപ്പോൾ അവൻ്റെ സ്ഥിതി എന്താണ്? തുടർന്ന് നമ്മൾ വായിക്കുന്നതാണ് 12-ാമത്തെ വാക്യം. കഷ്ടതയിലായപ്പോൾ തൻ്റെ ദൈവമായ കർത്താവിനോട് അവൻ കരുണയ്ക്ക് വേണ്ടി വിളിച്ചപേക്ഷിച്ചു. അവൻ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു, തന്നെ അത്യധികം എളിമപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അവൻ ജീവിതത്തിൽ അങ്ങേ അറ്റം വരെ മാക്സിമം പാപത്തിൽ നിബന്ധിച്ചു പോയി. ഇനി ഒരിക്കലും നന്നാകാൻ പറ്റാത്ത വിധം അവൻ ചീത്തയായിപ്പോയി. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഒരു മനുഷ്യനും കരുതാൻ കഴിയില്ല. അതുപോലെയായി ഒരുപാട് ജീവിതങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാകാം. ഇനി ഒരിക്കലും ഒരു വിധത്തിൽ രക്ഷപ്പെടില്ല, അതുപോലെ നശിപ്പിച്ചു എന്ന് കരുതുന്ന അവസ്ഥ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അവസാനമായിട്ടില്ല. അതിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ കരുണയുണ്ട്. ദൈവത്തിൻ്റെ കരുണ അതിലും വലുതാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് രക്ഷിക്കാൻ കഴിയാത്ത ഒറ്റ ജീവിതങ്ങളുമില്ല. ആരെത്ര തകർന്നാലും അവൻ കർത്താവിൽ രക്ഷ പ്രാപിക്കാൻ സാധ്യതയുള്ളവനാണ്. തുടർന്ന് വാക്യം വായിച്ചു നോക്കിയേ. 13-ാമത്തെ വാക്യം. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥന കേട്ട് മനാസയെ അവൻ്റെ രാജ്യത്തേക്ക്, ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. കർത്താവാണ് ദൈവമെന്ന് അവൻ മനസ്സിലാക്കി. അവൻ തുടർന്ന് 52 വർഷം ഇസ്രായേൽ രാജാവായി ഭരിച്ചു. 52 വർഷം ഇസ്രായേൽ രാജാവായി ഭരിച്ച് ജെറുസലേമിൽ രാജാവായി ഭരിച്ചിട്ടാണ് മരിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ആരാധനയുടെ സമയത്ത് നമ്മുടെ തകർന്ന അവസ്ഥകളെയും ഏതെങ്കിലും അവസ്ഥയിൽ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, ഇനി ഒരിക്കലും തലപൊക്കില്ല, ഇനി ഒരിക്കലും ഇത് വിജയിക്കില്ല, അങ്ങനത്തെ അവസ്ഥയിൽ അധപ്പതിച്ച് അങ്ങനെ ബന്ധിക്കപ്പെട്ട് അടഞ്ഞു കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം സമർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കർത്താവിന് ഒറ്റ മിനിറ്റ് മതി എല്ലാം മാറ്റിമറിക്കാൻ. ആരാധനയിൽ കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ, ഈ സമയം കണ്ണുനീരൊപ്പി ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താൻ അനുഗ്രഹിക്കുന്ന ദൈവമായ ഇതാ നമ്മുടെ അടുത്തുണ്ട്. ഏതൊരു കാര്യം ഒരൊറ്റ ക്ഷണം കൊണ്ട് നമുക്ക് ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ കർത്താവാണ് ദിവ്യകാരുണ്യ രൂപനായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ. എളിമപ്പെട്ട് നമുക്ക് മുട്ടുകുത്തി എന്ന് 2 കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധ കുർബാന ഉയർത്തി കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന വിഷയങ്ങൾ, ഒരിക്കലും രക്ഷപ്പെടുന്ന തോന്നുന്ന ആത്മാക്കളെ, ഒരിക്കലും ഇനി തലമുക്കില്ലെന്ന് വിചാരിക്കുന്ന സ്ഥാപനങ്ങളെ, ഇനി ഒരിക്കലും ഒരു വിധത്തിൽ ഫ്യൂച്ചറിലെന്ന് വിചാരിക്കുന്നവരെ ഇപ്പോൾ പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവദിക്കുകയാണ്. ഈ സമയം എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥാ, യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സജീവ ദൈവ പുത്ര കർത്താവേ, കരഞ്ഞ യേശുവേ. മനം തിരിഞ്ഞ ഗ്ലോറി ഗ്ലോറി. കടങ്ങൾ പൊറുക്കുന്നവനെ എന്നെ വീണ്ടെടുക്കാൻ വരണേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശോയെ വിളിച്ചപേക്ഷിക്കുക. സജീവ ദൈവ പുത്ര നാഥാ, കരഞ്ഞ